നമസ്തേ, ഞാൻ ശിവൻ, പാല ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൽ നിന്നും. കീം 2024 എൻജിനീയറിങ്ങിൻ്റെയും MBBS, BDS, അഗ്രികൾച്ചർ, വെറ്റിനറിയൊക്കെ ഉൾപ്പെടുന്ന മെഡിക്കൽ വിഭാഗത്തിൻ്റെയും ആർക്കിടെക്ചറിൻ്റെയും B.Pharm-ൻ്റെയും 4 ടൈപ്പിലുള്ള കോഴ്സുകൾക്ക് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം ഏപ്രിൽ 17 വെബ്സൈറ്റ് കേരള എൻട്രൻസ് കമ്മീഷനുടെ ce.kerala.gov.in എന്ന വെബ്സൈറ്റ്. ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യുവാനായിട്ടുള്ള അവസാന തീയതി ഏപ്രിൽ 24. കേരളത്തിൽ മെഡിക്കൽ വിഭാഗത്തിൽ MBBS-ൻ്റെയും BDS-ൻ്റെയും അഗ്രികൾച്ചറിൻ്റെയും ഒക്കെ സീറ്റ് വിഭജന കാര്യത്തിൽ ധാരാളം റിസർവേഷനുകൾ ഉള്ളതായി നമുക്കറിയാം. അതുമായി ബന്ധപ്പെട്ട് സ്പോർട്സുമായി ബന്ധപ്പെട്ട് നമ്മൾ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതൊക്കെ ഇവൻറ്റിലാണോ പങ്കെടുത്തിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകൾക്കുള്ള അർഹതയ്ക്കനുസരിച്ച് സ്പോർട്സ് റിസർവേഷനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ MBBS-ന് 11 സീറ്റുകളാണ് സ്പോർട്സ് വിഭാഗത്തിനായിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്. ടീം ഇനത്തിലും ഇൻഡിവിജ്വൽ ഇനത്തിലും പ്രത്യേകം സീറ്റുകൾ റിസർവ് ചെയ്തിരിക്കുന്നു. രണ്ടിലും കൂടെ 11 MBBS സീറ്റുകൾ. സ്റ്റേറ്റ് ലെവലിലോ നാഷണൽ ലെവലിലോ ഇൻ്റർനാഷണൽ ലെവലിലോ 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരിക്കെ പ്രതിനിധീകരിക്കുകയോ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ വിജയിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ മാർക്കും നീറ്റിൻ്റെ മാർക്കും കൂടെ ആഡ് ചെയ്താണ് കേരള സ്പോർട്സ് റാങ്ക് പ്രസിദ്ധീകരിക്കുന്നത്. കേരളത്തിലെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ സ്പോർട്സ് റിസർവേഷൻ കിട്ടുന്നതിൻ്റെ സാധ്യതകളെക്കുറിച്ചും അങ്ങനെ കിട്ടിയാൽ അതിന് എങ്ങനെയാണ് പ്രവേശനം നേടുക എന്നുള്ള കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡീറ്റെയിൽസിനായിട്ട് നമുക്ക് കേരള പ്രോസ്പെക്ടസ് ഒന്ന് പരിശോധിക്കാം. കേരളത്തിലെ 12 ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിൽ സ്പോർട്സ് റിസർവേഷൻ അനുസരിച്ച് ടീം ഇനത്തിലും ഇൻഡിവിജ്വൽ ഇനത്തിലും ഏതൊക്കെ കോളേജുകളിലാണ് സീറ്റ് റിസർവേഷൻ ഉള്ളതെന്ന് നോക്കാം. ടീം ഇനത്തിലാണെങ്കിൽ 6 MBBS സീറ്റുകളും ഇൻഡിവിജ്വലായിട്ടുള്ള ഇനത്തിലാണെങ്കിൽ 5 ഗവൺമെൻറ് MBBS സീറ്റുകളുമാണ് റിസർവേഷൻ ഉള്ളത്. ടീം ഇനത്തിലാണെങ്കിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ്, കോട്ടയം മെഡിക്കൽ കോളേജ്, അതുപോലെ മലപ്പുറം മഞ്ചേരി മെഡിക്കൽ കോളേജ്, എറണാകുളം മെഡിക്കൽ കോളേജ്, കൊല്ലം മെഡിക്കൽ കോളേജ്, കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ 6 ഗവൺമെൻറ് MBBS സീറ്റുകളാണ് നമ്മൾക്ക് ലഭിക്കുന്നത്. ഇൻഡിവിജ്വൽ ഇനത്തിലാണെങ്കിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അതുപോലെ തന്നെ തൃശ്ശൂർ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പരിയാരം മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട കോന്നി മെഡിക്കൽ കോളേജ് എന്നിങ്ങനെ കോളേജുകളിലാണ് 5 സീറ്റുകൾ റിസർവേഷൻ ഉള്ളത്. എങ്ങനെയാണ് സ്പോർട്സിന് റിസർവേഷൻ ലഭിക്കുന്നതെന്ന് കൂടി നമുക്ക് നോക്കാം. സ്പോർട്സ് കോട്ട ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ടീം ഇനത്തിൽ കാൻഡിഡേറ്റ്സ് കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഏതെങ്കിലും ഇവൻറ്റുകളിൽ പങ്കാളികളായിരിക്കണം 11ാം ക്ലാസ്സിലോ 12ാം ക്ലാസ്സിലോ പഠിച്ചിരിക്കുന്ന സമയത്ത്. അങ്ങനെ സ്പോർട്സിൽ നമുക്ക് സർട്ടിഫിക്കറ്റുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ കേരളയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, കീമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഏറ്റവും അവസാനമായി സ്പെഷ്യൽ റിസർവേഷൻ എന്ന കാറ്റഗറി ചോദിച്ചിട്ടുണ്ട്. അവിടെ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്താൽ മാത്രം മതിയാകും. ബന്ധപ്പെട്ട യാതൊരു സർട്ടിഫിക്കറ്റുകളും കേരള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടില്ല. സ്പെഷ്യൽ റിസർവേഷൻ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്യുകയും ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറുകളും പൂർത്തിയാക്കി കീം 2024 ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാം. ആ ആപ്ലിക്കേഷൻ്റെ അല്ലെങ്കിൽ അക്നോളജ്മെൻറ്റിൻ്റെ പ്രിൻ്റ് ഔട്ടും നമ്മൾ ഏതൊക്കെ ഇവൻറ്റുകളിലാണോ പങ്കെടുത്തിരിക്കുന്നത്, 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുമ്പം ഏതൊക്കെ ഇവൻറ്റുകളിലാണോ പങ്കെടുത്തിരിക്കുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം മെയ് 31 സെക്രട്ടറി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരം 695001 എന്ന മേൽവിലാസത്തിൽ നമ്മൾ രജിസ്റ്റേർഡ് പോസ്റ്റായിട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ മാർക്ക് നമ്മുടെ സ്പോർട്സ് കൗൺസിലാണ് കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ അവരുടെ ടീം ഇനത്തിലും ഇൻഡിവിജ്വൽ ഇനത്തിലുള്ള മാർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും അത് നീറ്റിൻ്റെ മാർക്കിനോടൊപ്പം ആഡ് ചെയ്ത് സ്പോർട്സിനായിട്ടുള്ള റിസർവേഷൻ അല്ലെങ്കിൽ സ്പോർട്സിൻ്റെ കാറ്റഗറി റാങ്ക് പബ്ലിഷ് ചെയ്യുകയും ചെയ്യുന്നത്. നമുക്കറിയാം, നാഷണൽ ലെവൽ ഒളിമ്പിക്സ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ഏഷ്യാഡ് ഉൾപ്പെടെയുള്ള ഇൻ്റർനാഷണൽ ലെവലിലുള്ള ഏതൊരു സ്പോർട്സ് കൗൺസിൽ, കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ച മീറ്റിൽ പങ്കെടുത്തവർക്കും അല്ലെങ്കിൽ ജേതാക്കളായവർക്കും അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ പങ്കെടുത്തവർക്കാണെങ്കിലും അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തവർക്കാണെങ്കിലും ഒക്കെ ഈ സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ ഉണ്ട്. അതിൻ്റെ മാർക്കിനെ കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം. പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വിന്നറാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ സർട്ടിഫിക്കറ്റുകളുടെയും മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു ഇവൻറ്റുകളിൽ നിങ്ങൾ പങ്കാളികളാണെങ്കിൽ അതിനാണ് സ്പോർട്സ് റിസർവേഷൻ ലഭിക്കുന്നത്.
ഏറ്റവും അവസാനമായി 65 ഇനത്തിലാണ് സ്പോർട്സിൻ്റെ റിസർവേഷൻ അനുവദിക്കുന്നത്. റവന്യൂ ഡിസ്ട്രിക്റ്റ് ഇൻ സ്റ്റേറ്റ് സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പ് വിന്നിംഗ് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഓർ തേർഡ് പ്ലേസ് ആണെങ്കിൽ പോലും ഏറ്റവും മിനിമം സ്കോറ് നമുക്ക് ലഭിക്കുമെന്നുള്ളത്. അങ്ങനെ 65 ഐറ്റം നിങ്ങൾ ഏതെങ്കിലും പങ്കെടുത്തിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. എന്താണ് മിനിമം എലിജിബിലിറ്റി എന്നുള്ളത് നിങ്ങൾക്ക് കേരള പ്രോസ്പെക്ടസ് വായിച്ച് നോക്കി മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ഓരോ കണ്ടീഷൻസും ഏതൊക്കെയാണ് അപ്രൂവ് ചെയ്തിരിക്കുന്നത്, നാഷണൽ ചാമ്പ്യൻഷിപ്പ് എന്ന് വെച്ചാൽ എന്താണ്, ഇൻഡിവിജ്വൽ ഗെയിംസ് എങ്ങനെയാണ് വിൻ ചെയ്തിരിക്കുന്നത്, അതുപോലെ തന്നെ നമ്പർ ഓഫ് അച്ചീവ്മെൻറ്റ്, ഡിഫറെൻറ്റ് ഡിസിപ്ലിനുള്ള അച്ചീവ്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അതിലേത് അച്ചീവ്മെൻറ്റാണ് എടുക്കുന്നത്, ഏത് വർഷത്തെയാണ് കൂട്ടുന്നത്, അതായത് നമുക്ക് സെലക്ഷൻ കിട്ടുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള 2 ഫിനാൻഷ്യൽ ഇയറിലെയാണ് ഇൻഡിവിജ്വലായിട്ട് കണക്ക് കൂട്ടുന്നത്. അപ്പം അതിനകത്താണോ നിങ്ങൾ പങ്കെടുത്തിരിക്കുന്നത്? അങ്ങനെ ഡീറ്റെയിൽഡായിട്ട് സ്പോർട്സിൻ്റെ മിനിമം എലിജിബിലിറ്റി കണ്ടീഷൻ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാം. കേരള സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിരിക്കുന്ന ഇവൻറ്റുകളായിരിക്കണമെന്ന് മാത്രം. സ്പോർട്സിൽ റിസർവേഷൻ കിട്ടാൻ ചെയ്യേണ്ടത് ഇത്രമാത്രം. കീം 2024 അപ്ലൈ ചെയ്യുമ്പോൾ സ്പെഷ്യൽ റിസർവേഷൻ സ്പോർട്സ് എന്ന് സെലക്ട് ചെയ്യുകയും കേരളത്തിൻ്റെ ബാക്കിയുള്ള ആപ്ലിക്കേഷൻ ഫോർമാറ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷൻ അക്നോളജ്മെൻറ്റ് പ്രിൻ്റ് ഔട്ട് എടുക്കുകയും ആ അക്നോളജ്മെൻറ്റും നിങ്ങളുടെ ഇവൻറ്റുകളുടെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും സഹിതം തിരുവനന്തപുരം സ്പോർട്സ് കൗൺസിലിന് മെയ് 31 അയച്ചു കൊടുക്കുകയും അവർ അത് കൃത്യമായി വെരിഫൈ ചെയ്തിട്ട് കേരള എൻട്രൻസ് കമ്മീഷണർക്ക് അതിൻ്റെ മാർക്ക് ഫോർവേഡ് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ഏതെങ്കിലും ഇവൻറ്റുകളിൽ പങ്കാളികളായിട്ട് അത് സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല, നിങ്ങൾ സ്പോർട്സ് എന്ന് വെച്ചു പക്ഷേ സ്പോർട്സ് കൗൺസിൽ അംഗീകരിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ ജനറലായിട്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും. സ്പോർട്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉയർന്ന മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല കോളേജിൽ ജനറലായിട്ടാണെങ്കിലും പ്രവേശനം ലഭിക്കുകയും ചെയ്യും. അപ്പോൾ കേരളത്തിൻ്റെ മെഡിക്കലിലെ സ്പോർട്സിൻ്റെ സാധ്യതകളെ നിങ്ങൾക്ക് ഈ കീം 2024 ആപ്ലിക്കേഷനിലൂടെ നിങ്ങൾക്ക് ആ സാധ്യതകളും മറ്റുള്ള സാധ്യതകളോടൊപ്പം തന്നെ ഈ സ്പോർട്സിൻ്റെ സാധ്യതകളും നിലനിർത്താനായിട്ട് സാധിക്കും. വളരെ ശ്രദ്ധയോടുകൂടി ഏപ്രിൽ 17 കീം 2024 ആപ്ലിക്കേഷൻ പൂർത്തീകരിക്കുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.